മുരളിച്ചേട്ടൻ കുഴിയിൽ പോകുന്ന രംഗം ചെയ്തത് സ്റ്റുഡിയോയിൽ. ദേവദൂതനിൽ അസിസ്റ്റന്റ് വിനോദ് ഇല്ലമ്പള്ളി. അഭിമുഖം. ദേവദൂതൻ തിയേറ്ററിൽ വീണ്ടും കണ്ട അനുഭവം പങ്കുവച്ച് പ്രശസ്ത ക്യാമറമാൻ വിനോദ് ഇല്ലമ്പള്ളി. ദേവദൂതൻ സിനിമയിൽ അന്ന് സന്തോഷ് തുണ്ടിയിലിന്റെ ക്യാമറ അസിസ്റ്റന്റായി വിനോദ് ഇല്ലമ്പള്ളി പ്രവർത്തിച്ചിരുന്നു. തിയേറ്ററുകളിൽ ആദ്യ ദിനം തന്നെ പരാജയപ്പെട്ട ഒരു സിനിമയ്ക്ക് 24 വർഷത്തിനു ശേഷം വമ്പൻ വരവേൽപ്പ് ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് വിനോദ് പറയുന്നു. പുത്തൻ സാങ്കേതിക തികവോടെ സിനിമ വീണ്ടും കണ്ടപ്പോൾ ഗൃഹാതുരമായ ഷൂട്ടിംഗ് ഓർമ്മകൾ മനോരമ ഓൺലൈനോട് പങ്കുവെക്കുകയാണ് വിനോദ് ഇല്ലമ്പള്ളി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുതിയ സാങ്കേതിക മികവോടെ റിലീസ് ചെയ്ത ദേവദൂതൻ തിയേറ്ററിൽ പോയി കണ്ട സന്തോഷത്തിലാണ് ഞാനും ഭാര്യ ശ്രീജയും കൂടിയാണ് പടം കാണാൻ പോയത്. ശ്രീജ ഇപ്പോഴാണ് ദേവദൂതൻ തിയേറ്ററിൽ കാണുന്നത്. ദേവദൂതനിൽ ഞാൻ അസിസ്റ്റന്റ് ക്യാമറമാനായി വർക്ക് ചെയ്തിട്ടുണ്ട്. സന്തോഷ് തുണ്ടിയിലാണ് ദേവദൂതന്റെ ക്യാമറ ചെയ്തത്. അസിസ്റ്റ് ചെയ്ത പ്രവർത്തിച്ച പടം വർഷങ്ങൾക്കിപ്പുറം വീണ്ടും തിയേറ്ററിൽ കാണുമ്പോൾ സമ്മിശ്ര വികാരങ്ങളാണ് മനസ്സിൽ വരുന്നത്. 24 വർഷത്തെ എൻ്റെ സിനിമാ യാത്ര, ദേവദൂതന്റെ ചിത്രീകരണ സമയത്തെ സംഭവങ്ങൾ, സിനിമ റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ പേര് എവിടെയെന്ന് നോക്കിയിരുന്നത്, അങ്ങനെ നിരവധി ഓർമ്മകളാണ്. ഞാൻ ക്യാമറമാൻ വേണു സാറിന്റെ കൂടെ 98-ൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു തുടങ്ങി. സന്തോഷ് ചേട്ടൻ വേണു സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. കുറച്ച് സിനിമകൾ വേണു സാറിനെ അസിസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വതന്ത്രമായി സിനിമ ചെയ്യാൻ തുടങ്ങി. വേണു സാർ എന്നെ സന്തോഷ് ചേട്ടനോടൊപ്പം വിട്ടു. ഞാൻ അദ്ദേഹത്തിനൊപ്പം പ്രണയവർണ്ണങ്ങൾ, ഹിന്ദിയിലെ പുക്കാറ്, കുച്ചു കുച്ചു ഹോത്താ ഹേ, ഊട്ടി ഷെഡ്യൂൾ, ദേവദൂതൻ തുടങ്ങിയ സിനിമകൾക്കൊക്കെ അദ്ദേഹത്തോടൊപ്പം അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. ജെയിൻ ജോസഫ് ആയിരുന്നു അസോസിയേറ്റ്. ഈ പടത്തിലാണ് ഫൈറ്റ്, ഡമ്മി വാള് ഒക്കെ ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടത്. എത്ര ഫ്രെയിമിലാണ് സിനിമ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയത്. കൊടാക്കിലാണ് ഷൂട്ടിങ്. ഊട്ടിയിൽ രാത്രിയൊക്കെയായിരുന്നു ചിത്രീകരണം. തണുപ്പിന്റെ കൂടെ മഴയുമുണ്ട്. ഭയങ്കരമായി ആസ്വദിച്ച സമയങ്ങളായിരുന്നു അത്. സിബി സാറിനോടൊപ്പമുള്ള എല്ലാവരും ഞങ്ങളും എല്ലാം ഒരുമിച്ചായിരുന്നു വർക്ക്. പിന്നെ മോഹൻലാൽ സാർ ഉള്ള സെറ്റ് വേറെ ഒരു അനുഭവമാണ്. അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ബോറടിക്കുകയേ ഇല്ല. നമ്മളെ അസിസ്റ്റന്റ് എന്നൊന്നുമല്ല, എല്ലാവരെയും അദ്ദേഹം ഒരുപോലെയാണ് കണ്ടിരുന്നത്. മോഹൻലാൽ സാറിന് അന്നും ഇന്നും ഒരു മാറ്റവുമില്ല. മുരളിച്ചേട്ടൻ കുഴിയിൽ പോകുന്ന രംഗമൊക്കെ സ്റ്റുഡിയോയിലാണ് ചെയ്തത്. അതുവരെ ഇങ്ങനെ എഫക്ട്സ് ഉള്ള സിനിമകൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. മുരളിച്ചേട്ടനുമായി ഈ സിനിമയിലാണ് നല്ലൊരു ബന്ധം വരുന്നത്. ഇത് കഴിഞ്ഞാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം നെയ്ത്തുകാരൻ ചെയ്തത്. നല്ല തണുപ്പായിരുന്നു ഷൂട്ട്. അന്ന് ക്യാമറാമാന്റെ ഒപ്പമുള്ളവർ ക്യാമറ മാത്രമല്ല നോക്കുന്നത്, പ്രോപ്പർട്ടി ആയാലും ഷൂട്ടിങ്ങിന്റെ അറേഞ്ച്മെന്റ് ആയാലും എല്ലാം ഞങ്ങളെല്ലാം കൂടി ചെയ്യും. അതിൽ 2 മണി അനങ്ങുന്ന സീനിൽ ഞങ്ങളൊക്കെ തന്നെയാണ് താഴെ ഇരുന്ന് മണി അനക്കിയത്. അന്നൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ അതൊക്കെ CGയിൽ ചെയ്യാം. പ്രകാശ് മൂർത്തി ആയിരുന്നു ആർട്ട് ഡയറക്ടർ. അദ്ദേഹം ഉണ്ടാക്കിയതാണ് സിനിമയിൽ കാണുന്ന പിയാനോ. ശ്രീ മൂവീസ് ആയിരുന്നു ഔട്ട്ഡോർ യൂണിറ്റ്. സിനിമ വീണ്ടും കണ്ടപ്പോൾ പഴയ പല ഓർമ്മകളും പഴയ ആർട്ടിസ്റ്റുകളെയും ഒക്കെ ഓർമ്മ വന്നു. അന്ന് സിനിമ റിലീസ് ചെയ്തപ്പോൾ ഞാൻ കോട്ടയത്ത് അനുപമയിലാണ് കണ്ടത്. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ പേര് എവിടെ വരുന്നു എന്ന് നോക്കിയിരിക്കും. കല്യാണം കഴിഞ്ഞ് ഭാര്യയോടൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ചവിട്ടി നിർത്തി നോക്കും. എന്നിട്ട് പറയും, നമ്മുടെ പേര് എന്ന് വരും പോസ്റ്ററിൽ? അവൾ പറയും, സമാധാനമായിരിക്കും, ഒരിക്കൽ വരും. അതിനുശേഷം ഇത്രയും നാളിനിടയിൽ 40 സിനിമകൾ ചെയ്തു. ദേവദൂതൻ അന്ന് അത്ര കണ്ട് പ്രേക്ഷകർ സ്വീകരിച്ചില്ല. അത് എന്തുകൊണ്ടെന്ന് ആർക്കും അറിയില്ല. സിബി സാറിന് വലിയ വിഷമമായിരുന്നു. ഞങ്ങൾക്കുമെല്ലാം വിഷമമായി. പക്ഷെ ഇന്ന് ഈ സിനിമ റിലീസ് ചെയ്ത് ഇറക്കുമ്പോൾ എല്ലാവരും ആവേശത്തോടെ സ്വീകരിക്കുന്നു. അത് കാണുമ്പോൾ സന്തോഷമുണ്ട്. വീണ്ടും ദേവദൂതൻ ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്. സിനിമയിലെ ഓരോ സീൻ വരുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് അന്നത്തെ ഷൂട്ടിംഗ് കാലമാണ്. ലൈറ്റ് പോയി ലൈറ്റ് എടുക്കാൻ ഓടിയതും, ഊട്ടി പോലെയുള്ള സ്ഥലത്തുള്ള ഷൂട്ടിങ്ങിന്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഓരോന്നും. ഈ സിനിമ ഇപ്പോൾ ഡിജിറ്റൽ ചെയ്ത് എടുത്തപ്പോൾ ഒട്ടും മോശമായിട്ടില്ല. കുറെ നാളായി പ്രിന്റ് ആയിരിക്കുന്ന സിനിമയല്ലേ, അത് റീമാസ്റ്റർ ചെയ്തപ്പോൾ നന്നായിട്ടേ ഉള്ളൂ. സൗണ്ട് ക്വാളിറ്റിയാണ് കൂടുതൽ നന്നായത്. ഇങ്ങനത്തെ നല്ല സിനിമകൾ വീണ്ടും വീണ്ടും പുതിയ സാങ്കേതിക മികവോടെ വരുന്നത് നല്ല കാര്യമാണ്. വിനോദ് ഇല്ലമ്പള്ളി പറയുന്നു. എന്തുകൊണ്ടാണ് ജഗതിയുടെ സീനുകൾ ഒഴിവാക്കി മറുപടിയുമായി സിബി മലയിൽ. ദേവദൂതൻ 4K പതിപ്പിൽ ജഗതിയുടെ സീനുകൾ കട്ട് ചെയ്ത് മാറ്റാനുണ്ടായ സാഹചര്യം തുറന്നു പറഞ്ഞ സിബി മലയിൽ. അന്നെടുത്ത തെറ്റായ തീരുമാനമായിരുന്നു ആ കഥാപാത്രമെന്നും മോഹൻലാലിന്റെ സ്റ്റാർഡം പരിഗണിച്ചാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നതെന്നും സിബി മലയിൽ പറയുന്നു.
ഞങ്ങളുടെ തെറ്റുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. അന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. അന്നത്തെ മോഹൻലാലിന്റെ സ്റ്റാർഡം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ കഥയിൽ നോക്കിയാൽ അറിയാം, അങ്ങനെയുള്ള ഭാഗങ്ങൾ കുറവാണ്. മാത്രമല്ല, മോഹൻലാൽ ഒരു സൂപ്പർ ഹീറോയുമല്ല. അത്തരത്തിലുള്ള പ്രേക്ഷകരെ കൂടി തൃപ്തിപ്പെടുത്തുന്ന ചില ഭാഗങ്ങൾ ചേർക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫൈറ്റ് സീക്വൻസ് ആദ്യമുണ്ടായിരുന്നു. കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു സീൻ ആയിരുന്നു അത്. മോഹൻലാലിന്റെ കഥാപാത്രത്തെ ബൂസ്റ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അമ്പിളിച്ചേട്ടന്റെ കഥാപാത്രവും ഹ്യൂമർ കണ്ടന്റും മാത്രമായിരുന്നു. അത് പ്രധാന കഥയെ പിന്തുണയ്ക്കുന്നുമില്ല. എന്നാൽ അമ്പിളിച്ചേട്ടൻ അത് ഗംഭീരമായി ചെയ്തു. ചിലർ ആ സീൻസ് ആസ്വദിക്കുകയും ചെയ്തു. പക്ഷേ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല. അമ്പിളിച്ചേട്ടൻ എന്റെ കൂടെയും അല്ലാതെയും ഗംഭീരമായ പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല. ഞങ്ങൾ അന്നെടുത്ത തെറ്റായ തീരുമാനം ഇവിടെ കറക്റ്റ് ചെയ്തതാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യം കഥ മാത്രം പറഞ്ഞു പോവുക എന്നതാണ്. 34 മിനിറ്റാണ് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയത്. 2 മണിക്കൂർ 46 മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ 2 മണിക്കൂർ 12 മിനിറ്റാണ്. അമ്പിളിച്ചേട്ടനെ മിസ്സായെന്ന് പടം കഴിയുന്നത് വരെ ആരും പറഞ്ഞു കേട്ടില്ല. പടം കഴിഞ്ഞാണ് അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പോലും ഓർത്തത്. മോഹൻലാലിന്റെ ആദ്യ ഫൈറ്റ് സീനും കട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമതൊരു ഫൈറ്റ് സീനും കൃത്യമായി കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് രണ്ടാമത് എഡിറ്റ് ചെയ്യുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മിക്സഡ് സൗണ്ട് ട്രാക്കാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡയലോഗുമായി മിക്സ് ചെയ്ത സീൻ കട്ട് ചെയ്താൽ മ്യൂസിക്കും നഷ്ടമാകും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റീ എഡിറ്റിംഗ്. ചില ട്രിക്കുകൾ ഉപയോഗിച്ചാണ് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത്. അമ്പിളിച്ചേട്ടന്റെ സീക്വൻസ് അതുപോലെ തന്നെ നീക്കി കളഞ്ഞു. എന്നാൽ മോഹൻലാലിന്റെ ഫൈറ്റ് സീക്വൻസിൽ 2 ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മനുഷ്യ സാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ദൈവികമായ ഇടപെടൽ ഉണ്ട്. എങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ കിടന്ന സിനിമ മാണിക്യമായി മാറുന്നത്? അതൊരിക്കലും മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ദൈവം ഇതിനായി ഒരു സമയം നിശ്ചയിച്ചിരുന്നു. അതിപ്പോഴാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമ 24 വർഷം മുമ്പ് മരിച്ചുപോയതാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ സിനിമയ്ക്കും സംഭവിച്ചത്. ഇങ്ങനെയാണ് സിബി മലയിൽ പറഞ്ഞവസാനിപ്പിച്ചത്.